നമസ്കാരം കൂട്ടുകാരെ, ദീപ്തീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സവാളയും തക്കാളിയും ഒന്നും വഴറ്റി സമയം കളയാതെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കറി ചോറ്, പൊറോട്ട, ചപ്പാത്തി എന്നിവയ്ക്കൊപ്പം ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മുട്ടക്കറി തയ്യാറാക്കാൻ ആവശ്യമായ പാത്രം നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ 2 പച്ചമുളക് നടുകെ പിളർന്നതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയുമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം വെന്തതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് വേവ് നമുക്ക് നോക്കാവുന്നതാണ്. 5 മിനിറ്റ് മാത്രം മതി കേട്ടോ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പെരുംജീരകം, 3 അല്ലി ചെറിയ ഉള്ളിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അത് ഒരു 3 അല്ലി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറിയിൽ ആവശ്യമായ മുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പച്ചമുളകാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം കറിയിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ ഞാൻ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറിക്ക് ആവശ്യമായ എല്ലാ കൂട്ടുകളും ഇപ്പോൾ റെഡിയാണ്. ഇനി ഇതൊന്ന് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. കറി ഒരുപാട് തിളച്ച് പോവരുത് ഇനി. കാരണം നാളികേരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് കറി ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി ഇവിടെ ഏകദേശം പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് താളിച്ചിടേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 7 അല്ലി ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മളിവിടെ താളിക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും നന്നായിട്ട് ഇളം ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനിയും അത് ഗ്യാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി മുട്ടക്കറിയായിട്ടും അല്ലാതെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ കറിയിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ഇതിലേക്ക് നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് താളിച്ച് വെച്ചിരിക്കുന്ന ആ താളിപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കറി മൂടി വെക്കേണ്ടതുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു മണം പുറത്തു പോകാതിരിക്കാനാണ്. അതാണ് കറിയുടെ രുചി. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.